തിരുവനന്തപുരം ബാലരാമപുരത്തെ 2.5 വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ അടിമുടി ദുരൂഹത. ദേവേന്ദുവിനെ കിണറ്റിലെറിഞ്ഞു കൊന്നതാണെന്ന് അമ്മാവൻ കുറ്റസമ്മതം നടത്തിയെങ്കിലും കാരണം വ്യക്തമാക്കിയിട്ടില്ല. കൊലപാതകത്തിൽ ക്ലിയർ കട്ടായി ഒന്നും പറയാറായിട്ടില്ലെന്ന് നെയ്യാറ്റിൻകര ഡിവൈഎസ്പി പ്രതികരിച്ചു. കുഞ്ഞിന്റെ അമ്മ ശ്രീധുവിനെയും അച്ഛൻ ശ്രീജിത്തിനെയും പോലീസ് ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യും. ഹരികുമാറും അമ്മയും തമ്മിലുള്ള വാട്സാപ്പ് സന്ദേശങ്ങൾ ഞെട്ടിക്കുന്നതാണെന്ന് പോലീസ് നൽകുന്ന വിവരം. അതിനിടെ ദേവേന്ദുവിന്റെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായിട്ടുണ്ട്. ബാലരാമപുരം പോലീസ് സ്റ്റേഷനിൽ നിന്നും ഷിജോ കുര്യനും കോട്ടുകാക്കോത്തെ വീട്ടിൽ നിന്ന് സ്വാന്തന സാജുവും ചേരുകയാണ്. ഷിജോ, അമ്മാവൻ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. കുഞ്ഞിനെ കൊലപ്പെടുത്തി താൻ തന്നെയെന്ന് അമ്മാവൻ പറയുന്നു. ഈ മൊഴി പൂർണ്ണമായും പോലീസ് വിശ്വസിക്കുന്നുണ്ടോ? പോലീസിന്റെ മറ്റ് സംശയങ്ങൾ എന്തൊക്കെയാണ്? ദിവ്യ, കുറ്റസമ്മതം അമ്മാവൻ ഹരികുമാർ നടത്തിയിട്ടുണ്ട് എങ്കിലും പോലീസ് ഇത് പൂർണ്ണമായിട്ട് വിശ്വാസത്തിലെടുത്തിട്ടില്ല. അതിന് കാരണം ഇന്ന് രാവിലെ ഈ സംഭവം നടക്കുന്ന സമയം മുതലുള്ള കാര്യങ്ങൾ നമ്മൾ ഒരിക്കൽ കൂടി ഒന്ന് റീവൈൻഡ് ചെയ്താൽ, ഇന്ന് രാവിലെ 5 മണിയോടുകൂടിയാണ് ഈ കുഞ്ഞിനെ കാണാനില്ല എന്നുള്ള പരാതി പോലീസ് സ്റ്റേഷനിൽ ലഭിക്കുന്നത്. അപ്പോൾ ഈ പരാതി ലഭിച്ച ഉടൻ തന്നെ പോലീസ് ഈ സ്ഥലത്തെത്തുകയും വിശദമായിട്ടുള്ള പരിശോധന നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. ആദ്യഘട്ടത്തിൽ നാട്ടുകാരും ഈ കുഞ്ഞിനെ കാണാതായതോടുകൂടി തെരച്ചിൽ രംഗത്തിറങ്ങിയിരുന്നു. പിന്നീട് നാട്ടുകാർ ഈ സ്ഥലത്ത് സമീപത്തെ കിണറുകളൊക്കെ പരിശോധന നടത്തിയെങ്കിലും അസ്വാഭാവികമായിട്ട് യാതൊന്നും കണ്ടില്ല. പിന്നീട് പോലീസ് സ്ഥലത്തെത്തി കിണറിൽ പരിശോധിക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് കുഞ്ഞിന്റെ മൃതദേഹം കിണറ്റിലുണ്ട് എന്ന് കണ്ടെത്തിയത്. പിന്നീട് ഫയർഫോഴ്സ് എത്തി മൃതദേഹം പുറത്തെടുക്കുകയായിരുന്നു. അതുവരെയുള്ള കാര്യങ്ങൾ പോലീസിന് യാതൊരു സംശയവുമില്ല. ഒരു കുഞ്ഞ് കാണാതാവുന്നു, അതേ തുടർന്നുള്ള അന്വേഷണം നടക്കുന്നു. ആ കുഞ്ഞിന്റെ മാതാപിതാക്കളാണ് കുഞ്ഞ് കാണാതെ പോയി എന്നുള്ള കാര്യങ്ങൾ പറയുന്നത്. അതുവരെയാണ് ഈ സംഭവത്തിന്റെ തുടക്കം. പിന്നീട് ഇതിന്റെ ചുരുളുകൾ ഓരോന്നോരോന്നായി അഴിയുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതായത് അതായത് കുഞ്ഞിന്റെ മാതാപിതാക്കൾ അമ്മ ശ്രീധുവിനെയും അച്ഛൻ ശ്രീജിത്തിനെയും അമ്മാവൻ ഹരികുമാറിനെയും അതുപോലെ മുത്തശ്ശി ശ്രീകലയെയും ബാലരാമപുരം പോലീസ് ഈ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നു. ഈ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നതിന് പിന്നാലെ 4 പേരെയും ഒരുമിച്ചിരുത്തി ഇവരിൽ നിന്ന് മൊഴിയെടുക്കാനുള്ള ശ്രമം. ഈ മൊഴിയെടുപ്പിൽ ഒരു തരത്തിലുമുള്ള പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവർ പറഞ്ഞത്. ഒരു തരത്തിലും ഒരുപോലെയുള്ള അല്ലെങ്കിൽ കുഞ്ഞിനെ കാണാതായതാണ് അല്ലെങ്കിൽ കുഞ്ഞ് മരണപ്പെട്ടതിൽ ഞങ്ങൾക്കൊന്നും അറിയില്ല എന്നുള്ള തരത്തിലുള്ള പലതരം വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ മറുപടികൾ മാത്രമാണ് ഈ ചോദ്യം ചെയ്യലിൽ ആദ്യഘട്ടത്തിൽ ഈ 4 പേരിൽ നിന്ന് ലഭിച്ചത്. അച്ഛൻ ശ്രീജിത്ത്, അമ്മ ശ്രീധു, അമ്മാവൻ ഹരികുമാർ, മുത്തശ്ശി ശ്രീകല, ഈ 4 പേരിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ പലതരത്തിലുള്ള പ്രതികരണങ്ങൾ കേട്ടത്. ഇന്ന് പുലർച്ചെ 3 മണി വരെ തന്റെ കൂടെയാണ് കുഞ്ഞ് കിടന്ന് ഉറങ്ങിയതെന്ന് അമ്മ ശ്രീധു പറയുന്നു പോലീസിനോട്. അതിനുശേഷം പുലർച്ചെ 3 മണിയോടുകൂടി എഴുന്നേറ്റതിനു ശേഷം കുഞ്ഞിനെ അച്ഛനൊപ്പം ശ്രീജിത്തിനൊപ്പം കിടത്തിയിട്ട് താൻ വാഷ്റൂമിലേക്ക് പോകുന്നു അല്ലെങ്കിൽ അടുക്കളയിലേക്ക് പോകുന്നു. തിരികെ വരുമ്പോൾ കുഞ്ഞിനെ കാണുന്നില്ല എന്നുള്ള മറുപടിയാണ് ശ്രീധു പോലീസിന് നൽകിയത്. തൊട്ടു പിന്നാലെ ശ്രീധുവിന്റെ മൊഴിയെടുപ്പിന് ശേഷം പോലീസ് കടന്നത് ശ്രീജിത്തിന്റെ മൊഴിയെടുക്കാനാണ്. ശ്രീജിത്ത് പറയുന്നത് താൻ കഴിഞ്ഞ 2 മാസമായിട്ട് വീട്ടിലേക്ക് വരാറില്ല. ശ്രീധുവിന്റെ അച്ഛൻ മരിച്ചതിന് ശേഷം അതിന്റെ 16ാമത്തെ ദിവസമാണ്. 16ാം ദിനത്തിനുണ്ടാകുന്ന കർമ്മങ്ങൾ നടത്താൻ വേണ്ടിയാണ് താൻ വന്നത്. അപ്പോൾ തനിക്ക് മറ്റു കാര്യങ്ങളൊന്നും അറിയില്ല. തന്റെ കൂടെയല്ല കുഞ്ഞ് കിടന്നത്, അമ്മാവൻ ഹരികുമാറിന്റെ കൂടെയാണ് 2.5 വയസ്സുകാരിയായിട്ടുള്ള ദേവേന്ദു കിടന്നത് എന്നുള്ള കാര്യമാണ് ശ്രീജിത്ത് പോലീസിന് മൊഴി നൽകിയത്. തൊട്ടു പിന്നാലെ ഹരികുമാറിന് മൊഴി നൽകുമ്പോൾ ഈ കാര്യങ്ങളൊന്നും തനിക്ക് അറിയുകയേ ഇല്ല എന്നുള്ള മറുപടിയാണ് ഹരികുമാർ നൽകുന്നത്. അതായത് ഇന്നലെ രാത്രി താൻ വീട്ടിൽ 6 മണിയോടുകൂടി വരുന്നു, അസ്വാഭാവികമായിട്ട് മറ്റൊന്നും കണ്ടിട്ടില്ല. രാവിലെ 5 മണിയോടുകൂടി എഴുന്നേൽക്കുമ്പോൾ തന്റെ കട്ടിലിൽ തീ പടരുന്നുണ്ട്. അപ്പോൾ ആ തീ പടരുന്നത് കണ്ട് തീയുടെ ചൂടേറ്റാണ് താൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നത് എന്നുള്ള വിചിത്രമായിട്ടുള്ള കാര്യമാണ് അമ്മാവൻ ഹരികുമാർ പോലീസിന് മൊഴി നൽകിയത്. പോലീസ് അതും വിശ്വാസത്തിലെടുത്തിട്ടില്ല. എന്നാൽ ഈ 3 മൊഴികളെയും ഖണ്ഡിക്കുന്ന തരത്തിലായിരുന്നു മുത്തശ്ശി ശ്രീകലയുടെ മൊഴി ഇപ്രകാരമാണ്. അതായത് അച്ഛന്റെയും അമ്മയുടെയും സഹോദരിയുടെയും കൂടെയാണ് ദേവേന്ദു കിടന്നുറങ്ങിയത് എന്നുള്ള മൊഴിയാണ് മുത്തശ്ശി ശ്രീകല നൽകിയത്. അതായത് അച്ഛൻ ശ്രീജിത്തിന്റെ കൂടെ 2.5 വയസ്സുകാരിയായിട്ടുള്ള ദേവേന്ദു കിടന്നുറങ്ങുന്നു. അമ്മ ശ്രീധുവിന്റെ കൂടെ ഇവരുടെ മറ്റൊരു മോളായിട്ടുള്ള 6 വയസ്സുകാരി പൂർണ്ണേന്ദു നിലത്ത് ബെഡിൽ കിടന്നുറങ്ങുന്നു. ഇതാണ് മുത്തശ്ശിയുടെ മൊഴി. അപ്പോൾ ഇങ്ങനെ ഈ 4 മൊഴികളിലും വലിയ വൈരുദ്ധ്യമുണ്ടായിരുന്നു. പിന്നീട് ഇവരെ 4 പേരെയും മാറ്റിയിരുത്തി വിശദമായിട്ട് ചോദ്യം ചെയ്തപ്പോഴാണ് ഹരികുമാറാണ് കുഞ്ഞിനെ ജീവനോടുകൂടി കൊണ്ട് കിണറ്റിലേക്ക് ഇട്ടത് എന്നുള്ള കാര്യം പോലീസിന് മനസ്സിലായത്. ഹരികുമാർ ഇക്കാര്യം കൺഫസ് ചെയ്യുകയും കുറ്റസമ്മതം നടത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടി ഇത് ചെയ്തു, എന്താണ് ഇതിന് പിന്നിലെ മോട്ടീവ്, അത് ഇതുവരെ പോലീസിന് വ്യക്തമായിട്ടില്ല. അത് വ്യക്തമാവണമെങ്കിൽ കുറച്ചുകൂടി വിശദമായിട്ട് ചോദ്യം ചെയ്യണം, അന്വേഷണങ്ങൾ നടത്തണം. ആ മോട്ടീവാണ് ഇനി കണ്ടെത്തേണ്ടത്. ഹരികുമാറിന് മറ്റെന്തെങ്കിലും ഈ കുട്ടിയുടെ ദേവേന്ദുവിന്റെ അമ്മയ്ക്കും അച്ഛനും മറ്റു ബന്ധുക്കൾക്കുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാമായിരുന്നു, കൊലപാതക വിവരങ്ങൾ അറിയാമായിരുന്നു, അവർ അത് മറച്ചുവെക്കുകയായിരുന്നു എന്നാണോ പോലീസ് കരുതുന്നത്?
അതിലേക്കാണ് ഞാൻ വന്നത്. അതായത് ഹരികുമാർ ഇങ്ങനെ പോലീസിനോട് മൊഴി നൽകുന്നു, പിന്നീട് കുറ്റസമ്മതം നടത്തുന്നു. അത് അവിടെ അവസാനിക്കുന്ന ഒന്നല്ല. കുറ്റസമ്മതം നടത്തിയാൽ ആ കുറ്റസമ്മതം പോലീസ് കേൾക്കുക, അത് അംഗീകരിക്കണോ വേണ്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കണോ എന്നുള്ളത് പോലീസ് തീരുമാനിക്കേണ്ടതാണ്. അപ്പോൾ അതിനനുസരിച്ച് പോലീസിന്റെ നീക്കം ഇപ്പോൾ നീക്കിയിട്ടുമുണ്ട്. കാരണം ഈ മൊഴി പൂർണ്ണമായിട്ട് വിശ്വാസം എടുത്തിട്ടില്ലെങ്കിലും ഇതെന്തിനു വേണ്ടിയാണ് നടത്തിയത് എന്നുള്ള അന്വേഷണത്തിലേക്കാണ് പോലീസ് കടക്കുന്നത്. അതിനിടയിലാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള മറ്റൊരു വിവരം കൂടി പോലീസിന് ലഭിച്ചത്. അമ്മ ശ്രീധുവിന്റെ പക്കൽ നിന്ന് ചില നിർണായകമായിട്ടുള്ള സഹായങ്ങൾ ഹരികുമാറിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. സ്വന്തം നൊന്ത് പ്രസവിച്ച സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്താൻ സ്വന്തം സഹോദരന് എല്ലാ സഹായവും ചെയ്തു നൽകിയത് ശ്രീധുവാണ് എന്നുള്ള വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ശ്രീധുവും ഹരികുമാറും വാട്സപ്പിലൂടെ നടത്തിയ ചാറ്റുകളുടെ വിവരങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ആ ചാറ്റിലെ വിവരങ്ങൾ പോലീസിനെ ഉദ്ധരിച്ചുകൊണ്ട് പോലും നമുക്ക് ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ഒന്നല്ല എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ എടുത്തു പറയേണ്ടത്. കാരണം അവർ തമ്മിലുള്ള വാട്സപ്പ് ചാറ്റിലെ വിവരങ്ങൾ ഒരു തരത്തിലും നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന തരത്തിൽ ഒന്നല്ല. കാരണം സമൂഹത്തിന് യോജിച്ച തരത്തിലുള്ള സമൂഹത്തിന് മാതൃകയാക്കാൻ പറ്റുന്ന തരത്തിൽ ഒന്നല്ല. അത് പലതരത്തിലുള്ള തലങ്ങളിലേക്ക് പോകുന്ന ഒന്നാണ് എന്നുള്ള കാര്യങ്ങൾ പോലീസിന് തന്നെ വരുന്നുണ്ട്. ആ വിവരങ്ങൾ എന്താണെന്ന് പോലീസ് തന്നെ പറയുകയും ചെയ്യും. ആ വാട്സാപ്പ് ചാറ്റുകളിൽ നിന്നാണ് കൂടുതൽ വിവരങ്ങൾ പോലീസിന് തന്നെ ലഭിച്ചത്. ആ വാട്സാപ്പ് ചാറ്റ് ലഭിച്ചതോടുകൂടി ശ്രീധുവിന് ഇതിനകത്ത് പങ്കുണ്ട് എന്നുള്ള കാര്യം പോലീസിനെ ബോധ്യപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിനകത്ത് ഹരികുമാറിനെ പ്രതി ചേർക്കും, അമ്മ ശ്രീധുവിനെയും പ്രതി ചേർക്കും. അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കണമെങ്കിൽ ഇവരെന്തിനിത് ചെയ്തു എന്നുള്ള കാര്യം കൂടി അറിയണം. അതിനു വേണ്ടിയിട്ടുള്ള നിർണായകമായിട്ടുള്ള നീക്കത്തിലാണ് പോലീസ് ഇപ്പോൾ ഉള്ളത്. ഹരികുമാർ ഈ ബാലരാമപുരം പോലീസ് സ്റ്റേഷന്റെ അഴിക്കുള്ളിലുണ്ട്. മറ്റു 3 പേരും നേരത്തെ ശ്രീജിത്തിനെയും ശ്രീധുവിനെയും പോലീസ് ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തിരുന്നു. കാരണം ശ്രീജിത്ത് 2 മാസം കൂടിയാണ് വീട്ടിലേക്ക് വന്നത്. അപ്പോൾ അവർ തമ്മിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതിനകത്ത് ഈ കുഞ്ഞിന്റെ പിതൃത്വവുമായി ബന്ധപ്പെട്ടൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ അല്ലെങ്കിൽ ചില സംശയങ്ങളൊക്കെ ശ്രീജിത്ത് പോലീസിനോട് പങ്കുവെച്ചു എന്നുള്ള കാര്യമാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അപ്പോൾ അതൊക്കെ എത്രമാത്രം ആധികാരികമാണ് എന്നുള്ളത് ഒന്നുണ്ട്. കാരണം ഈ കുഞ്ഞിന്റെ പിതൃത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കുഞ്ഞിന്റെ പിതാവ് എന്ന് കരുതുന്ന ശ്രീജിത്ത് പോലീസിനോട് ചില വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങളിൽ പോലീസിന് ചില കൃത്യമായിട്ടുള്ള ഫൈൻഡിങ്സിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട്. കാരണം എന്തെങ്കിലും ഒരു വിവരം കിട്ടുന്ന അടിസ്ഥാനത്തിൽ നമുക്കത് പറയാനോ അല്ലെങ്കിൽ പോലീസിന് അത് മാധ്യമങ്ങൾക്ക് അവതരിപ്പിക്കാനോ കഴിയുകയില്ല. ചില കാര്യങ്ങൾ ഇവരിങ്ങനെ പറയുന്നുണ്ട്. അതിന്റെ ആധികാരികത എത്രമാത്രമാണ്